ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് അനുമോളും നെവിനും തമ്മിലുള്ള ഒരു സംഘർഷം നടന്നു. അനുമോൾ നെവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പോടാ, നിന്നെ കാണുന്നത് എനിക്ക് അറപ്പാണ്, നിന്റെ മുഖം കാണുന്നത് എനിക്ക് അറപ്പാണെന്ന്. ആ വാക്ക് നെവിനെ വല്ലാതെ ചോടിപ്പിച്ചു. നെവിൻ തിരിച്ച് കാര്യമായിട്ട് ഡോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണ് സത്യത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം? ഇതിപ്പോൾ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ഇന്ന് ആ പ്രശ്നം അവിടെ പൊട്ടിപ്പുറപ്പെടുവാൻ കാരണം എപ്പിസോഡ് കഴിഞ്ഞ് തുടർന്ന് പലരും പല മൂലയ്ക്ക് മാറിയിരിക്കുന്നു, ചിലർ പുറത്താണ്. ഈ സമയത്ത് നെവിനും അക്ബറും ആര്യനും കൂടി പാലെടുത്തു, ചായ ഉണ്ടാക്കി കുടിച്ചു. പിന്നീട് വന്ന് ചായ ഇടാൻ നോക്കിയവർക്ക് സംഗതി കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതിന്റെ പേരിലാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ നെവിൻ സംസാരിക്കാൻ തുടങ്ങി, അനുമോള് കയറി പിടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുന്നു. ആ സമയത്താണ് പറഞ്ഞത്, നീ പോടാ, നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണെന്ന്. അനുമോൾ ആ പറഞ്ഞ വാക്ക് ശരിയാണോ? തെറ്റാണ്. 100% തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് പറഞ്ഞത്. ഒരാളുടെ മുഖത്ത് നോക്കി നിന്റെ മുഖം കാണുന്നത് എനിക്ക് അറപ്പാണ് എന്ന് പറയുമ്പോൾ അയാളുടെ മുഖം അത്രമാത്രം വികൃതമാണോ? അല്ലെങ്കിൽ അയാൾ അത്രമാത്രം വൃത്തികെട്ട ക്യാരക്ടറിന്റെ ഉടമയാണോ? അങ്ങനെ പറയാൻ പാടില്ല. ആ വാക്കിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. 100% അതിനെ തള്ളിപ്പറയുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ മറുപുറം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നെവിൻ അനുമോളെ കിട്ടുന്നിടത്തെല്ലാം വെച്ച് കൊട്ടുന്ന ഒരാളാണ്. ആ കൊട്ടുന്ന സമയത്ത് ഇതുപോലുള്ള വാക്കുകൾ പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. അത് 1-2 തവണയൊന്നുമല്ല, പല ആവർത്തി അത് പറഞ്ഞിട്ടുണ്ട്. അനുമോൾ ആ സമയത്തൊക്കെ സങ്കടപ്പെട്ടു പോയിരിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. അപ്പോൾ നെവിന്റെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ വരാറുണ്ട്. അനുവിന്റെ വായിൽ നിന്നും ഇപ്പോൾ അത്തരത്തിലുള്ള വാക്ക് വീണു. ഇത് രണ്ടും തെറ്റാണ്. രണ്ടുപേരും അങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. നെവിൻ ഒരു പ്രത്യേകതയുണ്ട്. നെവിൻ ആരുടെയും മുഖത്ത് നോക്കി എന്തും പറയും എന്നുള്ള ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ലാലേട്ടനോട് സംസാരിക്കുന്നത്, ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കുറച്ച് ബഹുമാനാർത്ഥമാണ് സംസാരിക്കുന്നത്. പക്ഷെ അയാളുടെ സംസാരത്തിനകത്ത് വേറൊരു ഫ്ലോ വരുന്നുണ്ട്, വേറൊരു ശൈലി വരുന്നുണ്ട്. അതുപോലും ഫണ്ണാക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ ക്യൂട്ട്നെസ് വാരി വിതറണ്ട എന്ന് ലാലേട്ടൻ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ അയാളെ മാനസികമായിട്ടത് മുറിവേൽപ്പിക്കും, അയാൾ അടി കൊണ്ടതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ലാലേട്ടൻ മിണ്ടാതങ്ങ് നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ നെവിനെ കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം അയാൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഫണ്ണായിട്ട് എന്തൊക്കെയാണ് സംസാരിക്കുക എന്നുള്ളത്. ഏറെക്കുറെ അയാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് വിഷയത്തിനപ്പുറത്ത് മൂന്നാമതൊരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം. അക്ബർ പറഞ്ഞു, അങ്ങനെയുള്ള വാക്കുകൾ അതെത്ര മോശമാണ്, ഒരാളുടെ മുഖത്ത് നോക്കി അറപ്പാണെന്നൊക്കെ പറയുന്നത്, നീ എന്താണ് ഈ പറയുന്നത്? പിന്നീട് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു, എടാ പോടാ, വാടാ പോടി, ഇത്തരം സംഭാഷണങ്ങളിലേക്ക് കാര്യം പോകുന്നു. എനിക്കിത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. സത്യത്തിൽ ഇത് ആരാണ് ഈ പറയുന്നത്? ഭൂലോക നന്മമരമാണ് ഈ പറയുന്നത്. രേണു സുധിയുടെ മുഖത്ത് നോക്കി സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച വ്യക്തിയാണ് ഈ പറയുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് രസം തോന്നുന്നത്. അതെ, അനുമോളുടെ അശ്ലീല പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച അക്ബറിന് തീർച്ചയായിട്ടും ഒരു പുരസ്കാരം തന്നെ കൊടുക്കണം. പക്ഷെ ഇരുവരും തമ്മിലുള്ള സംസാരത്തിനിടയിൽ അനുമോൾ ഒരു പച്ച പരമാർത്ഥം അയാളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. നിനക്ക് വല്ലവനുമൊക്കെ സംസാരിക്കുന്നതിന്റെ അറ്റത്തിൽ കയറി പിടിച്ച് അവിടുന്ന് സംസാരിക്കാനല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ? സ്വന്തമായിട്ട് എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു ബീൻ ബാഗിൽ ഇരിക്കുക, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നത് കേൾക്കുക, അതിന്റെ അറ്റത്ത് കയറി പിടിച്ച് മറുപടി പറയുക. ഇതിനൊക്കെ അപ്പുറത്ത് അക്ബർക്ക് എന്ത് ഗെയിമാണ് അവിടെ ഉള്ളത്? അപ്പോൾ കേൾക്കുന്നവർ ചോദിക്കും, അല്ല, ഈ പറയുന്ന അനുമോൾക്ക് എന്ത് ഗെയിമാണ് അവിടെ ഉള്ളതെന്ന്. ഈ സീസണിലുള്ള മിക്കവാറും ആൾക്കാരെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെ തുടരുന്നവരാണ്. നമുക്കൊരു ഗെയിമർ എന്ന് അവിടെ ആരെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുക? എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ഒരേ തൂവൽ പക്ഷികളായ ഇവര് സൗഹാർദ്ദത്തിൽ പോകുന്നതല്ലേ ഏറ്റവും നല്ല കാര്യം? എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങളോട് പലർക്കും വിയോജിപ്പുണ്ടാകുമെങ്കിലും ഒരു കാര്യത്തിൽ എന്നോട് എല്ലാവരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും എന്നെനിക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട്. ടാസ്കിനെ ടാസ്കായി കാണാൻ അറിയാത്ത, ഗെയിമിനെ ഗെയിമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത ഈ ആൾക്കാർക്കെല്ലാം വാടാ പോടാ വിളിക്കുവാനും അശ്ലീലം പറയുവാനും വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കൂടെ തുമ്മിക്കാനും ഇതൊക്കെ മാത്രമേ അറിയാവൂ. അതുകൊണ്ട് തന്നെ 7ന്റെ പണിയുടെ സീസൺ എന്നതിന്റെ കൂടെ ബ്രാക്കറ്റിൽ തെറിയുടെ സീസൺ എന്നുകൂടി എഴുതി ചേർക്കണം. പിന്നെ അക്ബറിന്റെ മുഖത്ത് നോക്കി നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, വല്ലവരുടെയും സംസാരത്തിന്റെ പിൻപിൽ കയറി ഞാന്ന് അവിടെ ബഹളം ഉണ്ടാക്കാനല്ലേ നിനക്കറിയൂ എന്ന് അനുമോള് ചോദിച്ചല്ലോ. ആ സംഭവത്തിനകത്ത് പോലും സെലക്റ്റീവായിട്ട് മാത്രമേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. തന്റെ പ്രിയപ്പെട്ട ആൾക്കാർ അവരെന്ത് നെറികേട് കാണിച്ചാലും പുള്ളി കണ്ണടച്ച് മിണ്ടാതങ്ങ് പോകും. അതാണ് ഫേവറിറ്റിസം എന്ന് പറയുന്നത്. എന്നാൽ എനിക്ക് ഗ്രൂപ്പില്ല, ഫേവറിറ്റിസം ഒന്നുമില്ല, ഞാൻ ആരുടെയും മുഖത്ത് നോക്കി ഉള്ള കാര്യങ്ങൾ അപ്പപ്പോൾ പറയും എന്നും പറയുന്നുണ്ട്. ആദിലെയും നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് ഒരാളവിടെ ഉറഞ്ഞു തുള്ളി വിളിച്ചു പറയുന്ന സമയത്ത് മിണ്ടാതെ നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ നിന്റെ മുഖം എനിക്ക് അറപ്പാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും വലിയ പാപമാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി പോയത്. പക്ഷേ ദോഷം പറയരുതല്ലോ, അക്ബർ ആൾ ഒത്തിരി മാറിയിട്ടുണ്ട്. നേരത്തെ എങ്ങാണമായിരുന്നു അനുമോളുടെ വായിൽ നിന്ന് ഈ വാക്ക് വീണിരുന്നതെങ്കിൽ അനുമോളെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ടേ അക്ബർ അടങ്ങത്തുള്ളായിരുന്നു. ഇപ്പൊ എന്തുപറ്റി അക്ബർ ഒതുങ്ങിയിരിക്കാൻ?
അതെ, ഇതൊക്കെ തിരിച്ചടിച്ചാലോ എന്നുള്ളൊരു ഭയമുണ്ട്. കാരണം കൂടെ നിന്ന ആൾക്കാരൊക്കെ പൊഴിഞ്ഞ് ഇപ്പോൾ 1-2 പേരുമായിട്ടൊരു ചെറിയ തുരുത്തിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. സാബു അണ്ണൻ വന്നപ്പോൾ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു കൂടെ നിന്ന ആൾക്കാരെ മുഴുവൻ കുരുതി കൊടുത്തിട്ടിരിക്കുകയാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സീനൊക്കെ ഉണ്ടാക്കി അവസാന സമയത്ത് ആത്മഹത്യാപരമായ നിലപാടിലേക്ക് പോകണ്ട എന്ന് കണ്ടിട്ടായിരിക്കാം അനുമോൾക്ക് കുറച്ച് കൺസെഷൻ കൊടുത്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്ത അപ്ഡേഷനുമായി വീണ്ടും കാണാം.